കുടുംബം നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുടുംബം അതിന് മുന്നോട്ട് വന്നാൽ അവർക്കെല്ലാം സഹായം ചെയ്തു കൊടുക്കും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മളിതിനെ വെളിച്ചത്ത് കൊണ്ടുവരും. നിങ്ങൾ മാധ്യമങ്ങൾ ഇന്നലെ രാത്രി മൊത്തത്തിൽ ഇത് ചർച്ച ചെയ്യുന്നതിനാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ്. അപ്പോൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ നിയമപരമായി മുന്നോട്ട് പോകും. അതുതന്നെ അതാ പറയുന്നത്. നമ്മുടെ വയറ്റിലാണ് ഇതുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും, മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് നമുക്കായി ഇത് പറ്റിയിരുന്നെങ്കിൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? ഇതൊരു പാവപ്പെട്ട കുടുംബം, തൊഴിലുറപ്പ് തൊഴിൽ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നൊരു കുടുംബം പുന്നപ്രയിലെ ഈ ക്രൂരത കാണിച്ചിട്ട് അതിന് പരിഹാരം കാണുന്നതിന് പകരം അത് ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അതും ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റം തന്നെയാണ്, സംശയമില്ല. അതിപ്പോൾ എന്ത് ചെയ്താലും അത് തനിക്ക് അലങ്കാരമാണെന്ന് പറയുന്നതോട് ഞാനെന്ത് പറയാനാണ്? ഇത്തരം സംഭവം ഉണ്ടായ ഒരു ക്വിക്ക് റിയാക്ഷനും ക്വിക്ക് റെസ്പോൺസുമാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അല്ല, കഴിഞ്ഞ ദിവസം ഞാൻ പറയാറില്ലേ, ഇതിപ്പോൾ ഞാനിതിനെ രാഷ്ട്രീയത്തെക്കാളേറെ വൈകാരികമായിട്ടാണ് ഈ വിഷയത്തെ ഞാൻ കാണുന്നത്. കാരണം ഇതൊക്കെ എങ്ങനെ മുഖ്യമന്ത്രിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും? ആർക്കെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ ഇന്നലെ വാർത്ത കണ്ട് ആർക്കെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു നടപടി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഭരണ നേതൃത്വമായിരുന്നുവെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യുമോ? ഇപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ നിരവധി സംഭവങ്ങളുണ്ട്. ഈ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഫ്ലോർ നേഴ്സ് എന്നുള്ള ഒരു ഇല്ല എന്നുള്ളതാണ് ഇന്ന് ഈ ഡോക്ടർ പ്രതികരിച്ചിട്ടുള്ളത്. ആ ഡോക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നത് സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരിന്നലെ ഞാൻ കേട്ടു. കാരണം എന്തായാലും അവർ ഇതിന് ഓരോ ഉപകരണങ്ങൾ എത്രയാണ്, മൊത്തം എത്ര ഉപകരണങ്ങൾ എടുത്തു, ഇത് സർജറി നടക്കുമ്പോൾ ഉണ്ടാകുന്ന കൃത്യമായ കണക്കിൻ്റെ കാര്യത്തിൽ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ജീവനക്കാരി ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതില്ല. നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി വളരെ അനാസ്ഥയാണ്. ഓരോ ദിവസവും അവിടെ പോയി വരുന്ന ആൾ പുതിയ രോഗങ്ങളുമായിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയാണ്. ഞാൻ സത്യത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളെ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളും അതിനെ നെഗറ്റീവ് ക്യാമ്പയിൻ എതിർക്കുന്ന ആളുകളാണ്. കാരണം സ്വകാര്യ ആശുപത്രികളല്ല എല്ലാത്തിനും പരിഹാരം. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവരടക്കം പ്രതികരിച്ചവർ ഉത്തരവാദികളാണെന്നും കടുത്ത നടപടി ഉണ്ടാവുമെന്നാണ് വീണയുടെ മുന്നറിയിപ്പ്. ഉണ്ടാവട്ടെ, ഇന്നെടുക്കട്ടെ നടപടി, ആർജവത്തോടെ എടുക്കട്ടെ. ഞാൻ 3 കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒന്ന്, അവരെ കൊണ്ടുപോയി കംപ്ലീറ്റ് അവർക്ക് വേണ്ടുന്ന സർജറി നടത്താനുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കംഫർട്ടബിളായ സ്ഥലത്ത് ചെയ്തു കൊടുക്കും. 2, അവർക്ക് ഇത്ര 5 വർഷമെങ്കിലും അവരിത് കൊണ്ടു കാണുന്നില്ലേ, സർക്കാരിൻ്റെ ഒരു സാധനം വയറ്റിൽ കൊണ്ടു കാണുന്നില്ലേ, അതിനവർക്ക് നഷ്ടപരിഹാരം കൊടുക്കും. കാരണം ഇത് സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. 3ാമത്തെ കാര്യം, അന്വേഷണം നടത്തിയിട്ട് ആരാണോ കുറ്റക്കാർ, നമുക്കിപ്പോൾ കുറ്റക്കാരൊന്നും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല, ആരാണോ കുറ്റക്കാർ നടപടി എടുക്കണം. ഈ 3 കാര്യത്തിലും നടപടി എടുക്കുന്നതിന് സത്യത്തിൽ ഒരു സാവകാശത്തിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഇത് വലിയ പ്രയോറിറ്റി അല്ല സർക്കാരിന്. ഇതൊന്നും വലിയ പ്രയോറിറ്റി അല്ല എന്നുള്ളതാണ് കാര്യം. അല്ല, ഇതിപ്പോൾ ഞാൻ സ്ഥാനാർത്ഥി പട്ടികയൊന്നും പറയുന്നില്ല. വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, അത് നമ്മൾ ഇപ്പം രക്ഷാപ്രവർത്തകർക്ക് പ്രൊമോഷൻ കൊടുത്ത കാര്യം ഇപ്പം ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ എന്തൊരു ഭീകരമായിരുന്നു ആ സംഭവം. അതിന് നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടിച്ച ആ ഗൺമാനാണ് ഇപ്പം ഇൻസ്പെക്ടറായിട്ട് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്, റിസർവ് ഇൻസ്പെക്ടറായിട്ട്. സത്യത്തിൽ എന്ത് മെസ്സേജാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്? ആളെ തല്ലുന്നവന്, അതും എന്തൊരു പേപ്പട്ടിയെ തല്ലുന്ന ഇതുപോലെ തല്ലില്ല. അതുപോലെയാണ് KSU ജില്ലാ പ്രസിഡന്റായിരുന്ന തോമസിനെയും അതുപോലെ ജുവൽ കുര്യാക്കോസിനെയും ആക്രമിച്ചത്, യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി. കേരളം മുഴുവൻ ചർച്ച ചെയ്തായിരുന്നു ആ അടി, കംപ്ലീറ്റ് മാധ്യമങ്ങളിൽ വന്നതായിരുന്നു. അന്വേഷണം നടത്തി കോടതിയിൽ പോയി കേസ് പോയി, ഇപ്പോൾ അയാൾക്ക് പ്രമോഷൻ. അതിൽ എന്ത് പറയാനാണ് ഇതിനോട്ട്? സർക്കാർ അവർക്ക് വേണ്ടി കൊട്ടേഷൻ പണി ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫായാലും അവർക്ക് പ്രമോഷൻ കൊടുക്കുക. ആദ്യം അവരെ രക്ഷാപ്രവർത്തകരായിട്ട് ചിത്രീകരിച്ചു, കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. ഇപ്പം അവർക്ക് പ്രമോഷൻ. മുഖ്യമന്ത്രിയുടെ അതുകൊണ്ടാണല്ലോ ഈ പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഭരണം സ്വന്തക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും വേണ്ടി മാത്രമുള്ള ഭരണമാണല്ലോ. അപ്പോൾ അവർക്കെന്തും ആവാം, അതിന് തെളിവാണിത്.